ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ജീവിത വിശുദ്ധിയും രൂപാന്തരവുമില്ലാതെ ജഡീക സ്വഭാവങ്ങളാൽ നിയന്ത്രിക്കപ്പെട്ട് മുൻപോട്ട് പോകുന്ന വ്യക്തികളെ നിഷ്പ്രയാസം പിശാചിന് തൻ്റെ കൈകളിൽ ഇണങ്ങിയ ആയുധമായി ഉപയോഗിക്കാനായിട്ട് കഴിയും എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രത്യക്ഷമായ തെളിവാണ് സുവിശേഷ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഹേരോദ്യ കുടുംബത്തിൻ്റെ ചരിത്രം. യേശുക്രിസ്തുവിൻ്റെ ജനനത്തിങ്കൽ കൊല്ലാനായി ശ്രമിച്ച ഹേരോദാവ്, സ്നാപക യോഹന്നാൻ്റെ തലയെടുത്ത ഹേരോദാവ്, കുറുക്കനെന്ന് യേശു വിശേഷിപ്പിച്ച ഹേരോദാവ്, യാക്കോബ് അപ്പോസ്തലനെ കൊന്ന് പത്രോസിനെ തടവിലാക്കിയ ഹേരോദാവ്, ഈ പറഞ്ഞ വ്യക്തികൾ എല്ലാം ഒരു കുടുംബത്തിൽപ്പെട്ട ആളുകളാണ്. ഹേരോദാവ് 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 എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കും ഇതെല്ലാം ഒരാളാണെന്ന്. അല്ല, ഇത് ഹേരോദ്യ കുടുംബത്തിൽപ്പെട്ട പല തലമുറകളിലെ ഭരണാധിപന്മാരായിരുന്നു. എന്തിനാണ് ഇങ്ങനെ ഒരു സന്ദേശം നിങ്ങളിലേക്ക് എത്തിക്കുന്നത്? ഇതൊരു ക്ലാസ് അല്ല. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങളുമായിട്ട് പങ്കുവെച്ച വേദപുസ്തക സന്ദേശങ്ങളിൽ നിന്ന് ഞാൻ ഇങ്ങനെ പറഞ്ഞു: ക്രൂര സ്വഭാവവും അതുപോലെ മ്ലേച്ഛമായ ജീവിതത്തിലുമൊക്കെ മുൻപോട്ട് പോകുന്നവരെ നിഷ്പ്രയാസം പിശാചിന് സ്വാധീനിക്കാൻ കഴിയും, ഉപയോഗിക്കാൻ കഴിയും. അതുകൊണ്ട് കർത്താവിനെ അറിഞ്ഞ നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ അകത്തുണ്ടാകേണ്ടുന്ന വിശുദ്ധിയും മാനസാന്തരവും സ്വഭാവ രൂപാന്തരവും അതെത്രത്തോളം അനിവാര്യമാണെന്നുള്ളത് ഓരോ ദിവസവും നാം കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇന്ന് ഒരു ക്ലാസ് ആയിട്ടല്ല, നമുക്ക് ചില തിരിച്ചറിവുകൾ അനിവാര്യമാണ്. കുറച്ച് ചരിത്രങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. ഒത്തിരി ഡീറ്റെയിൽഡ് ആയിട്ടല്ല, കാരണം ഇങ്ങനത്തെ ഒരു ക്ലാസ്സിൽ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു വചന സന്ദേശത്തിൽ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽഡ് ആയിട്ട് നൽകാൻ പറ്റില്ല. ഒരു ക്ലാസ്സോ വല്ലതുമാണെങ്കിൽ നമുക്ക് പ്രിന്റഡ് നോട്ട് എടുത്ത് കൈകളിലേക്ക് എത്തിക്കാനായിട്ട് പറ്റും. പക്ഷേ ഇതൊരു ആത്മീക ശുശ്രൂഷയായതുകൊണ്ട് ഇതിനെ വെറും ചരിത്രമായി കാണാതെ അതിൻ്റെ പിന്നിലെ ആത്മീക മർമ്മങ്ങൾ നമ്മൾ മനസ്സിലാക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. ഈ ഒരു മെസ്സേജിലൂടെ നിങ്ങൾ യാത്ര ചെയ്തു പോകുമ്പോൾ ധാരാളം സംശയങ്ങൾക്ക് മറുപടി ഉണ്ടാകും. ഞാൻ സാധാരണ പറയുന്നത് പോലെ ദൈവത്തിൻ്റെ വചനം പഠിക്കാനായിട്ടുള്ള ഒരു താല്പര്യം നമുക്കുണ്ടാകണം. ഇത് ഭോഷ്കല്ല, ഇത് സത്യമാണ്, മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ വചനമാണ്. ഞാൻ പറഞ്ഞു, എത്രത്തോളം മോശമായ സ്വഭാവവും കൗശലതയുമൊക്കെ ഒരു വ്യക്തികൾക്കുണ്ടോ, അവർ മാനസാന്തരപ്പെടാതെ ആ ഒരു സ്വഭാവത്തിൽ തുടർന്നു പോയാൽ നിഷ്പ്രയാസം പിശാചിനവരെ സ്വാധീനിക്കാനായിട്ട് കഴിയും. ഇയ്യോബിൻ്റെ ജോലിക്കാരെയും അദ്ദേഹത്തിൻ്റെ മൃഗസമ്പത്തിനെയും ഒക്കെ ഇല്ലായ്മ ചെയ്യുവാൻ അന്നത്തെ കാലത്തെ അടിമക്കച്ചവടം നടത്തുന്ന ശെബായരെയും കൽദയരെയും ഒക്കെ സാത്താൻ സ്വാധീനിച്ചുവെങ്കിൽ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം: നമ്മൾ ശാന്തതയുള്ളവരും സമാധാനമുള്ളവരുമായി തീരണം. അടുത്തത്, ഈ പാപ സ്വഭാവങ്ങൾ ഒരു തലമുറയിൽ നിന്ന് അടുത്ത തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. ഈ ഹേരോദാവിൻ്റെ കുടുംബചരിത്രം മുഴുവനും നിങ്ങൾ പഠിക്കുമ്പോൾ ഞാൻ ഈ പറഞ്ഞത് എത്രത്തോളം സത്യമായിരുന്നുവെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. ഞാൻ പറഞ്ഞല്ലോ, ഇത് വളരെ ദീർഘമായ ഒരു ചരിത്രമാണ്. ഹേരോദ്യ കുടുംബത്തിൻ്റെ മുഴുവൻ ചരിത്രവും ഞാനിവിടെ പറയുന്നില്ല. വളരെ പ്രധാനപ്പെട്ടതെന്ന് എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങൾ മാത്രം നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. സത്യത്തിൽ ആരാണ് ഈ ഹേരോദ്യർ എന്ന് പറയുന്നത്? ഞാൻ പറഞ്ഞു, യേശുവിനെ കൊല്ലാൻ ശ്രമിച്ചതും യോഹന്നാന്റെ തലയെടുത്തതും ക്രൂശീകരണത്തിന് മുമ്പ് യേശുവിനെ വിസ്തരിക്കാൻ ശ്രമിച്ചതും അപ്പോസ്തല പ്രവർത്തികളിലുള്ള ഹേരോദാവുമെല്ലാം വ്യത്യസ്തരായ ആളുകളാണ്. പക്ഷെ ഇവരെല്ലാം ഒരൊറ്റ കുടുംബത്തിലെ അംഗങ്ങൾ തന്നെയാണ്. ഈ കുടുംബത്തിൻ്റെ പേര് ഹേരോദ്യ കുടുംബം എന്നാണ്. സത്യത്തിൽ ഇവർ ആരാണ്? നമുക്കറിയാം, യാക്കോബിൻ്റെ സഹോദരനായ ഏശാവിൻ്റെ പിൻതലമുറയാണ് ഏദോമ്യർ. ഈ ഏദോമ്യ കുടുംബത്തിൽ പെട്ടയാളാണ് ഹേരോദാവ്.
ഈ ഏദോമിയർ സത്യത്തിൽ പാർത്ത സ്ഥലമെന്ന് പറയുന്നത് ചാവുകടലിന്റെ തെക്ക് ഭാഗത്താണ് അവർ പാർത്തിരുന്നത്. നെഹമ്യാവിന്റെ കാലത്തൊക്കെ ഇവർ വളരെ ശക്തരായി തീർന്നു. അവരെ വിളിച്ചിരിക്കുന്ന മറ്റൊരു പേരാണ് ഇദൂമ്യർ, അതുപോലെ തന്നെ നബാത്യർ. ഇവർ എങ്ങനെയാണ് ഈ പറയുന്ന യെരുശലേമിന്റെ അല്ലെങ്കിൽ ഇസ്രായേലിന്റെ ഭരണ നേതൃത്വത്തിലേക്ക് വരുന്നതെന്ന് നമുക്ക് നോക്കാം. ഇത് സംഭവിക്കുന്നത് BC 37 അല്ലെങ്കിൽ ക്രിസ്തുവിന് മുൻപ് BC 37. അന്നാണ് ഈ വലിയ ഹേരോദാവ് ചതികളിലൂടെ റോമൻ സെനറ്റിന്റെ അംഗീകാരം നേടിയെടുത്തുകൊണ്ട് ഈ പറയുന്ന ഇസ്രായേലിന്റെ ഒരു ഭരണാധികാരിയായി മാറുന്നത്. ഈ വലിയ ഹേരോദാവിനെ കുറിച്ച് നമ്മൾ പഠിച്ചാൽ ഇദ്ദേഹമാണ് ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി. ഇദ്ദേഹമാണ് യേശുവിനെ കൊല്ലാൻ ശ്രമിച്ച വ്യക്തി. ഇദ്ദേഹത്തിന്റെ ജീവിതം നമ്മൾ പഠിച്ചാൽ ചതി, വഞ്ചന, ക്രമരഹിതമായ വിവാഹം, ദുർനടപ്പ്, കൊലപാതകങ്ങൾ, ഇങ്ങനെ എണ്ണാൻ പറ്റാത്ത ക്രൂരമായ നികൃഷ്ടമായ സ്വഭാവങ്ങൾക്ക് ഉടമയായിരുന്നു. അപ്പോൾ ഇദ്ദേഹത്തിന്റെ ആ ഒരു സ്വഭാവം തന്നെയാണ് യേശുവിനെ കൊല്ലാൻ പോലും പിശാചിനെ തന്റെ ജനനത്തിൽ സ്വാധീനിക്കാനായിട്ട് കഴിഞ്ഞത്. ഇദ്ദേഹത്തിന്റെ ആ ഒരു സ്വഭാവം ഇദ്ദേഹത്തിന്റെ പിൻതലമുറകളിൽ വ്യക്തമായി നമുക്ക് കാണാനായിട്ട് കഴിയും. ഞാൻ വളരെ വേഗത്തിൽ മുൻപോട്ട് പോവുകയാണ്. ഇദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നടന്ന പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കണമല്ലോ. തീർച്ചയായിട്ടും ഇദ്ദേഹം ഒരു ഭരണാധികാരിയായി തീർന്നപ്പോൾ അദ്ദേഹം ഒരേ സമയം യഹൂദന്മാരെയും അന്നത്തെ കാലത്തെ റോമാക്കാരെയും പ്രസാദിപ്പിക്കുവാനായിട്ട് ശ്രമിച്ചു. യഹൂദന്മാർക്ക് വേണ്ടുന്ന സഹായങ്ങൾ യഹൂദന്മാർക്ക് ചെയ്തു കൊടുത്തു. യഹൂദന്മാർ അധികമില്ലാത്ത സ്ഥലങ്ങളിൽ റോമൻ ചക്രവർത്തിമാരെ സന്തോഷിപ്പിക്കുവാനായി ചക്രവർത്തിയുടെ പേരിലുള്ള ക്ഷേത്രങ്ങളും അതുപോലെ തന്നെയുള്ള കാര്യങ്ങളുമൊക്കെ അദ്ദേഹം സ്ഥാപിച്ചുവെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. തകർന്നടിഞ്ഞു പോയ യെരുശലേം ദേവാലയത്തെ പുതുക്കി പണിതത് 1-2 വർഷങ്ങൾ കൊണ്ടല്ല, 45-ലധികം സംവത്സരങ്ങൾ എടുത്ത് മനോഹരമായ നിലയിൽ പുതുക്കി പണിതത് ഹേരോദാവാണ്. ഈ ദേവാലയത്തിന്റെ കല്ലുകൾ കണ്ടിട്ടാണ് മനോഹരമായ പണിയെന്ന് വിശേഷിപ്പിച്ചപ്പോൾ കല്ലിന്മേൽ കല്ല് ശേഷിക്കാത്ത കാലം വരും എന്ന് യേശു പറഞ്ഞപ്പോൾ കേട്ടു നിന്നവർക്ക് അത് വിശ്വസിക്കാൻ പോലും കഴിയാതെയിരുന്നു. അത്രയ്ക്ക് അതിമനോഹരമായ യെരുശലേം ദേവാലയത്തിന്റെ പണിക്ക് നേതൃത്വം കൊടുത്തത് ഈ വലിയ ഹേരോദാവാണ്. അദ്ദേഹം ആത്മീയനായതുകൊണ്ടൊന്നുമല്ല അദ്ദേഹം അത് ചെയ്തത്. അന്നത്തെ കാലത്തെ ആളുകളെ പ്രസാദിപ്പിക്കുവാനും തന്റെ ഭരണം നിലനിർത്തിക്കൊണ്ടു പോകാനും എന്തും ചെയ്യുന്ന ക്രൂരനും ചതിയനും മ്ലേച്ഛനുമായ ഒരു വ്യക്തിയായിരുന്നു ഈ വലിയ ഹേരോദാവ്. BC 20 ഇദ്ദേഹം യെരുശലേം ദേവാലയത്തിന്റെ പണി ആരംഭിച്ചത്. 40-ലധികം വർഷങ്ങൾ എടുത്താണ് ഈ ദേവാലയത്തിന്റെ പണി പൂർത്തിയാക്കിയത്. ഇദ്ദേഹത്തിന്റെ സ്വഭാവങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സ്വന്തം ഭാര്യ, ഭാര്യയുടെ മാതാവ്, ഭാര്യ സഹോദരൻ, സ്വന്തം പുത്രന്മാർ, ഇവരെയെല്ലാം തൻ്റെ നിലനിൽപ്പിന് വേണ്ടി കൊന്നൊടുക്കിയ ഒരു വല്ലാത്ത ക്രൂര സ്വഭാവമുള്ള വ്യക്തിയായിരുന്നു ഇദ്ദേഹം എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് പറ്റും. ഇദ്ദേഹമാണ് യേശുക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ച് കിഴക്ക് നിന്ന് ആ മാഗികൾ വന്നപ്പോൾ അന്വേഷിച്ച് 2 വയസ്സിൽ താഴെയുള്ള എല്ലാ കുഞ്ഞുങ്ങളെയും കൊന്നൊടുക്കണമെന്ന് കൽപ്പിച്ചത്. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാകുമല്ലോ ഇദ്ദേഹത്തിന്റെ ക്രൂരത എത്ര വലിയതായിരുന്നുവെന്ന്. അദ്ദേഹത്തിന്റെ ജീവിതാവസാനത്തിലേക്ക് വരുമ്പോൾ അദ്ദേഹം കഠിന രോഗിയായി യെരുശലേമിലേക്ക് മാറി താമസിക്കേണ്ടി വന്നപ്പോൾ പോലും ചരിത്രകാരന്മാർ പറയുന്നത് അദ്ദേഹത്തിന്റെ കൊലപാതക വൃത്തി അദ്ദേഹം അവസാനിപ്പിച്ചില്ല എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ വളരെ വേഗത്തിൽ ആ ഭാഗത്തു നിന്ന് മുൻപോട്ട് പോവുകയാണ്. അപ്പോൾ ഈ വലിയ ഹേരോദാവ് എന്ന് പറയുന്ന ആ ഒരു കുടുംബത്തിലെ പ്രധാനപ്പെട്ട വ്യക്തിയുടെ സ്വഭാവം നിങ്ങൾ കണ്ടോ? ഇത്തരത്തിലുള്ള വഴിവിട്ട ജീവിതവും കൗശലതയും ഒക്കെ അദ്ദേഹത്തിൽ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെയാണ് യേശുവിൻ്റെ ജനനത്തിനെതിരെ തന്നെ തിരിക്കുവാൻ അല്ലെങ്കിൽ യേശുവിനെ പോലും കൊന്നൊടുക്കുവാൻ തക്കവണ്ണം അദ്ദേഹത്തെ ഉപയോഗിക്കുവാൻ ഇരുളിൻ്റെ ശക്തികൾക്ക് കഴിഞ്ഞത് എന്നുള്ള കാര്യം മറക്കരുത്.
അതുകൊണ്ടാണ് ഞാൻ നമ്മുടെ മെസ്സേജുകളിലൊക്കെ പറയുന്നത്, നമ്മളുടെ സ്വഭാവങ്ങൾക്ക് രൂപാന്തരം ഉണ്ടാകണം, ദൈവസന്നിധിയിൽ ശാന്തതയോടെ മുമ്പോട്ട് പോകണം. ഞാനും ഭയങ്കരമായിട്ട് കോപിക്കുന്ന കുടുംബത്തിലെ ഒരു സ്വഭാവമുള്ള ഒരാളാണ്. പ്രാർത്ഥിച്ചും ദൈവത്തിലെ ആശ്രയിച്ചും ഒക്കെ ഓരോ ദിവസവും നമ്മൾ മുമ്പോട്ട് പോവുകയാണ്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് രൂപാന്തരമുണ്ടാകണം, കാലങ്ങളിൽ നമുക്ക് മാറ്റമുണ്ടാകണം. അതിന് നമുക്കൊക്കെ കഴിയട്ടെ എന്ന് പ്രത്യേകാൽ പ്രാർത്ഥിക്കുകയാണ്. അടുത്തത്, ഇദ്ദേഹത്തിന്റെ മക്കൾ ധാരാളം പേരുണ്ടായിരുന്നു. സ്വന്തം മക്കളെ പോലും അദ്ദേഹം കൊലപ്പെടുത്തി എന്നാണ് ചില ചരിത്രകാരന്മാർ പറയുന്നത്. എന്തിനു വേണ്ടി? താൽക്കാലികമായ ലാഭത്തിന് വേണ്ടി. അടുത്തത്, ഹേരോദാവിന്റെ പിൻഗാമികളെ കുറിച്ച് പറയുമ്പോൾ ഞാൻ 3 വ്യക്തികളെയാണ് നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നത്. മറ്റു മക്കൾ പലരും ഉണ്ടായിരുന്നെങ്കിലും വേദപുസ്തകത്തിലെ ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ആവശ്യം ഈ 3 പേരെയാണ്. അവരിൽ ഒരാളാണ് അർക്കലയോസ്. കേട്ടിട്ടുണ്ടായിരിക്കും അർക്കലയോസ്. ഇദ്ദേഹം യഹൂദ്യ, ശമരിയ, ഇദൂമിയ പ്രദേശങ്ങളുടെ അധിപതിയായിരുന്നു. ഇദ്ദേഹത്തിന്റെ ഭരണം 9 വർഷത്തോളമാണ് ഇദ്ദേഹം ഭരിച്ചത്. അപ്പനേക്കാൾ കേമനായിരുന്നു ഇദ്ദേഹം. എന്ന് പറഞ്ഞാൽ ക്രൂരത, പീഡനങ്ങൾ, ക്രമരഹിതമായ വിവാഹങ്ങൾ, ഇതിൽ അപ്പനേക്കാൾ ഒരു പടി മുൻപിലായിരുന്നു മോന്. അതാണ് കുറച്ചു മുമ്പ് ഞാൻ പറഞ്ഞത്, തലമുറകൾ കൈമാറി പോകുന്ന പാപസ്വഭാവങ്ങൾ. ഇതിനെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഇദ്ദേഹത്തിന്റെ സമയത്താണ് യോസഫും അമ്മ മറിയവും ആ കുഞ്ഞുമായിട്ട് മടങ്ങി വന്നപ്പോൾ അവർക്ക് ഈ അർക്കലയോസ് യഹൂദിയയിൽ ഭരണാധികാരിയായി വാഴുന്നത് കൊണ്ട് ഇദ്ദേഹത്തിന്റെ സ്വഭാവം കണ്ട് ഭയപ്പെട്ടിട്ടാണ് ഗലീലയിലെ നസറേത്തിലേക്ക് മാറിപ്പോയത്. ഞാൻ അത്രയും കൊണ്ട് ആ ഭാഗം നിൽക്കുകയാണ്. ഏറ്റവും ഒടുവിൽ അദ്ദേഹത്തെ വിയന്നയിലേക്ക് നാടുകടത്തുകയും മറ്റൊരു പ്രൊക്യുറേറ്ററാൽ ഭരിക്കപ്പെടുന്ന ഒരു 3ാം തരം പ്രൊവിൻസാക്കി ഈ സ്ഥലത്തെ തീർക്കുകയും ചെയ്തു എന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. അടുത്തത്, ഫിലിപ്പ്. ഈ ഫിലിപ്പ് എന്ന് പറയുന്നയാൾ ആരാണ്? വലിയ ഹേരോദാവിന് ക്ലിയോപാട്രയിൽ ഉണ്ടായ ഒരു പുത്രനാണ് ഫിലിപ്പ് എന്ന് പറയുന്നത്. ഈ ഫിലിപ്പ് ഭരിച്ചുകൊണ്ടിരുന്നത് ഇത്തൂരിയ, ത്രൊക്കോനിത്തി പ്രദേശങ്ങളിലും മറ്റും ആണ് ഫിലിപ്പ്. ഇനിയും നമുക്ക് ബൈബിളുമായിട്ട് ബന്ധപ്പെട്ട് ഫിലിപ്പിന്റെ കൈസരി എന്ന് പറയുന്ന സ്ഥലം നമുക്കറിയാം. അവിടെ വെച്ചാണല്ലോ ഈ പത്രോസ് പറയുന്നത്, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് പറയുന്നത്. ഈ സ്ഥലം ഏതാണ് എന്ന് നിങ്ങൾക്കറിയുമോ? ഈ സ്ഥലം യഹൂദിയയിലെ മെഡിറ്ററേനിയൻ തീരത്തുള്ള ഒരു കൈസരിയ എന്ന് പറയുന്ന സ്ഥലം. സത്യത്തിൽ ഇത് പാനിയോൺ എന്ന് പറയുന്ന ആ സ്ഥലം കൈസരോടുള്ള ബഹുമാനാർത്ഥം അദ്ദേഹം ആ പേരിടുകയും പിന്നീട് ഇതിനെ ഫിലിപ്പിന്റെ കൈസരിയ എന്നുള്ള പേരിൽ അറിയപ്പെടാനായിട്ട് തുടങ്ങി. അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ഭരണം. അദ്ദേഹത്തിന്റെ ഭരണത്തെക്കുറിച്ച് പറയുന്നത്, അദ്ദേഹം പൊതുവെ കുറച്ച് നീതിയുള്ള ഭരണമായിരുന്നു. അടുത്തതാണ് ഹേരോദ് അന്തിപ്പാസ്. ഈ ഒരു പേര് നമ്മളൊന്ന് ഓർത്ത് വെക്കുന്നത് നല്ലതായിരുന്നു. എന്തിനാണ് ഈ പേര് ഓർത്ത് വെക്കുന്നത്? ഇദ്ദേഹമാണ് ഗലീല പെരിയ മേഖലകളുടെ ദേശാധിപതി. ഗലീല ഭരിച്ചിരുന്നത് ഇദ്ദേഹമാണ്. ഇദ്ദേഹത്തെ നമുക്ക് നല്ല പരിചയമുണ്ട്. എന്താണ് ഇദ്ദേഹത്തെ പരിചയം? സ്നാപക യോഹന്നാൻ കൈ ചൂണ്ടിയത് ഇദ്ദേഹത്തിന് നേരെയാണ്. ഈ ഹേരോദ് ആന്റിപ്പാസ് അദ്ദേഹത്തിന് നേരെയാണ്. എന്താണ് കാരണമെന്നറിയാമോ? വല്യപ്പന്റെ അതേ സ്വഭാവം തുടർന്നിരുന്ന മനുഷ്യൻ. അദ്ദേഹം ചെയ്ത തെറ്റ് എന്താണ്? ധർമ്മവിരുദ്ധമായ ഒരു വിവാഹം. എന്തായിരുന്നു ധർമ്മവിരുദ്ധമായ ഈ ഒരു വിവാഹം എന്ന് പറയുന്നത്? അദ്ദേഹം തൻ്റെ തന്നെ മറ്റൊരു സഹോദരന്റെ ഭാര്യയും മറ്റൊരു സഹോദരിയുടെ തന്നെ പുത്രിയുമായ ഹേരോദ്യയെ വിവാഹം കഴിക്കാൻ താല്പര്യപ്പെട്ടു. ആ സമയത്ത് ഇദ്ദേഹത്തിന്റെ ഭാര്യ എന്ന് പറയുന്നത് അരേത രാജാവിന്റെ മകളായിരുന്നു. അപ്പം ഈ ഉണ്ടായിരുന്ന ഭാര്യയെ ഉപേക്ഷിച്ചിട്ട് ഹേരോദ്യയെ അതെ വിവാഹം കഴിക്കാമെന്നുള്ള സമ്മതം നൽകിയപ്പോൾ എന്താണ് ചെയ്തെന്നറിയാമോ? ആദ്യ പത്നിയെ അദ്ദേഹം ഉപേക്ഷിച്ചു. ഇങ്ങനെയുള്ള ഒരു വിവാഹത്തിന് നേരെയാണ് സ്നാപക യോഹന്നാൻ അതെ തൻ്റെ ശബ്ദം ഉയർത്തിയത്, കണക്കിന് ശാസിച്ചത്.
ഹേരോദ് അന്തിപ്പാസ് യോഹന്നാന്റെ പ്രസംഗം കേട്ട് നീതിയും വിശുദ്ധിയുമുള്ള ഒരു മനുഷ്യനെന്ന് കണ്ട് അദ്ദേഹത്തെ ഭയപ്പെട്ടിരുന്നു. പക്ഷേ നമുക്കറിയാം, അവന്റെ ഭാര്യ ക്രോധാവിഷ്ടയായ ഒരു സ്ത്രീയായിരുന്നു. അവളാണ് ഹേരോദാവിനെ നിർബന്ധിച്ച് യോഹന്നാൻ സ്നാപകനെ വധിക്കുവാനായിട്ട് മുൻകൈ എടുക്കുന്നത്. പിന്നീട് യേശുവിനെ കൊല്ലാൻ ശ്രമിച്ചതും ഈ വ്യക്തി തന്നെയാണ്. ഈ വ്യക്തിയെക്കുറിച്ച് കർത്താവ് പറഞ്ഞത്, നിങ്ങൾ പോയി ആ കുറുക്കനോട് പറയുക എന്നുള്ളതാണ്. ശത്രുക്കളെ പോലും സ്നേഹിക്കണമെന്ന് പറഞ്ഞ കർത്താവ്, ഒരു കർണത്തടിക്കുന്നവന് മറുകർണം കാണിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞ കർത്താവ്, വളരെ ചുരുക്കം പേരിൽ ഒരാളെ മാത്രമേ കുറുക്കനെന്ന് വിളിച്ചിട്ടുള്ളൂ. അത് വെറുതെ വിളിച്ചതല്ല, ഇയാളുടെ സ്വഭാവം കൊണ്ടും മാനസാന്തരമില്ലാത്ത ജീവിതം കൊണ്ടും നാളുകളിൽ മുന്നോട്ട് പോയിട്ടും ജീവിതത്തിൻ്റെ അകത്തൊരു വ്യത്യാസമില്ലാത്ത സ്വഭാവം കൊണ്ടും തന്നെയാകാം. ഞാൻ പറയട്ടെ, കുറവുകൾ, കുറ്റങ്ങൾ നമ്മളിൽ ആർക്കും ഉണ്ടാകാം. അതില്ലാത്തവരായിട്ട് ആരുമില്ലല്ലോ. പക്ഷെ കുറ്റങ്ങളിൽ നിന്നും കുറവുകളിൽ നിന്നും നാം പാഠങ്ങൾ പഠിച്ച് അതിലൊക്കെ നാം ക്രമപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. പക്ഷെ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി മറ്റൊരു തരത്തിലാണ് നമ്മൾ മുൻപോട്ട് പോകുന്നതെങ്കിൽ, എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് ഒരിക്കലും നമ്മിൽ പ്രസാദമുണ്ടാകുകയില്ല. ഇദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത്, ഇദ്ദേഹത്തിൻ്റെ ആ ഒരു കൗശല സ്വഭാവം ഭയങ്കരമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് കർത്താവ് ഇവനെ കുറുക്കനെന്ന് വിളിച്ചത്. യേശുവിനെ വിസ്തരിക്കുവാൻ റോമൻ ഗവർണറായ പീലാത്തോസ് അയച്ചതും ഹേരോദാവിൻ്റെ അരികിലേക്ക് തന്നെ ആണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ അവസാനം വരുമ്പോൾ ഒരു മഹാ കഷ്ടമാണ്. അദ്ദേഹത്തെക്കുറിച്ച് ചിലർ പറയുന്നത് ഇങ്ങനെയാണ്: കുറുക്കനെ പോലെ സിംഹാസനത്തിലിരുന്നു, സിംഹത്തെ പോലെ ഭരിച്ചു, നായെ പോലെ മരിച്ച് തനിക്ക് രാജ്യം വിട്ടു പോകേണ്ടതായിട്ട് വന്നു. അങ്ങനെ ഒരു വല്ലാത്ത അവസ്ഥയിലാണ് തൻ്റെ ഭരണം അവസാനിക്കുന്നത്. പിന്നീട് ഇങ്ങനെ ഈ ഹേരോദ്യ കുടുംബം തുടർന്നു പോവുകയാണ്, ഹേരോദാവിൻ്റെ കുടുംബം. ഞാൻ അതിലേക്ക് ദീർഘമായിട്ട് പോകുന്നില്ല. ഹേരോദ് അഗ്രിപ്പാവ് ഒന്നാമൻ, ഹേരോദ് അഗ്രിപ്പാവ് രണ്ടാമൻ എന്നിങ്ങനെ തുടർന്ന് ആ രാജ്യം മുൻപോട്ട് പോകുമ്പോൾ, പിന്നീട് നമുക്കറിയാം, ഹേരോദ് അഗ്രിപ്പാവ് ഒന്നാമൻ എന്ന് പറയുന്ന വ്യക്തിയാണ് യഹൂദന്മാരുടെ പ്രീതി ആർജിക്കുവാൻ വേണ്ടി യാക്കോബ് അപ്പോസ്തലനെ വാളുകൊണ്ട് കൊന്നതും പത്രോസിനെ തടവിലാക്കിയതും ക്രൈസ്തവർക്കെതിരെ മർദ്ദനങ്ങൾ അഴിച്ചുവിട്ടതും. നമുക്കറിയാമല്ലോ, ദൈവത്തിന്റെ വചനത്തിന്റെ അകത്ത് എങ്ങനെയാണ് ദൈവരാജ്യത്തിനെതിരെ ശത്രു ചിലർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതെന്ന്. അടുത്തത്, ഇദ്ദേഹം കൈസരിയിൽ വെച്ച് നടന്ന ഒരു ആഘോഷ പരിപാടികളിൽ വെച്ച് പെട്ടെന്ന് രോഗബാധിതനായി മരിച്ചു എന്ന് യഹൂദ ചരിത്രകാരനായ ജോസിഫസ് ഇദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം, അപ്പോസ്തല പ്രവൃത്തി 12-ാം അധ്യായത്തിൽ സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചപ്പോഴാണ് ദൂതൻ ഇറങ്ങി ഈ ഹേരോദാവിനെ അടിച്ചു കൃമിക്കരയായി പ്രാണനെ വിട്ടുവെന്ന് നമ്മൾ കാണുന്നത്. അഗ്രിപ്പ രണ്ടാമൻ പിന്നീട് അപ്പോസ്തല പ്രവൃത്തികളിലെ മറ്റു ഭാഗങ്ങളിൽ നമ്മൾ കാണുന്നു. ഞാൻ അതിലേക്ക് ധാരാളമായിട്ട് പോകുന്നില്ല. ഏറ്റവും ഒടുവിൽ ഈ രാജ്യത്തെ ഒക്കെ വിപുലമാക്കിയ ഈ അഗ്രിപ്പാവ് AD 70 യെരുശലേം ആക്രമിച്ച് റോം AD 70 റോമൻ സൈന്യം യെരുശലേം ആക്രമിക്കുകയും യെരുശലേമിനെ കീഴ്പ്പെടുത്തുകയും ചെയ്തപ്പോൾ അദ്ദേഹം പിന്നീട് റോമിലേക്ക് പോയി. AD 100 അദ്ദേഹം മരിച്ചു. പുത്രനില്ലാത്ത അദ്ദേഹം ഹേരോദ്യരിലെ ഒടുക്കത്തവൻ എന്നാണ് വിളിക്കപ്പെടുന്നത്. നോക്കുക, അങ്ങനെ മക്കൾ പോലുമില്ലാതെ ആ ഒരു ഹേരോദ്യ കുടുംബത്തിൻ്റെ അവസാനം നമ്മൾ കാണുകയാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഇത്രയും കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പറഞ്ഞത് നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ അകത്ത് ദൈവസന്നിധിയിൽ താഴുകയും നീതിയോടും ന്യായത്തോടും സത്യസന്ധതയോടും കൂടെയൊക്കെ ജീവിച്ചാൽ ദൈവപ്രസാദമുള്ളൊരു ജീവിതം നയിച്ച് കർത്താവ് ആഗ്രഹിക്കുന്ന നിലയിൽ മുന്നോട്ട് പോകുവാൻ നമുക്കിടയായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നു എന്ന് വിശ്വസിക്കുന്നു. ആമേൻ. ഗോഡ് ബ്ലെസ് യു.